അമാൻഡ ഡിസ്ഫ്രൈഡ്, സിഡ്നി സ്വീനി, ബ്രാൻഡൻ സ്ക്ലാനർ എന്നിങ്ങനെയുള്ളവർ കേന്ദ്ര കഥാപാത്രമായി വന്ന ഒരു ബുക്കിനെ ആസ്പദമാക്കി വന്ന ഒരു മൂവിയാണ് ഈ ഒരു ദ ഹൗസ് മെയ്ഡ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. സോ ഒരു സിനിമയിൽ മെയിൻ ക്യാരക്ടേഴ്സ് ഈ ഒരു 3 പേരാണ്. 3 പേർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. പക്ഷേ പെർഫോമൻസ് കൊണ്ട് നല്ല രീതിയിൽ ക്യാരക്ടർ വൈസും പെർഫോമൻസ് കൊണ്ട് നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത് അമാൻഡ ഡിസ്ഫ്രൈഡ് ആണ്. ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് മോശമാണെന്നല്ല, ആ ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതി, അതിൻ്റെ എക്സിക്യൂഷൻ, അതെങ്ങനെയാണ് നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്, അതൊക്കെ തന്നെ ആ ഒരു അമാൻഡ ഡിസ്ഫ്രൈഡിൻ്റെ ആ ഒരു കാലിബർ തെളിയിക്കുന്ന ആ ഒരു റോളാണ്. കാരണം പല പല സീക്വൻസസിലും ആ ഒരു ഇമോഷൻസും ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ആ ഒരു സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്ന രീതിയൊക്കെ വളരെ ഗംഭീരമായിട്ടാണ്. സോ പിന്നെ പറയുകയാണെങ്കിൽ സിഡ്നി സ്വീനിയുടെ ക്യാരക്ടർ അനുസരിച്ച് ആ ഒരു പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കൺവിൻസിങ് ആയിരുന്നു എന്നുള്ളത് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു വേറൊരു ക്യാരക്ടറായിട്ടുള്ള ആ ഒരു മെയിൽ ക്യാരക്ടർ ബ്രാൻഡൻ സ്ക്ലാനർ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസ് മോസ്റ്റ് ഓഫ് ദി സീക്വൻസസിലും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് ആ ഒരു പെർഫോമൻസ്. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്കും സിനിമയുടെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് ഈ 2 പേരുടെ പെർഫോമൻസ് അപേക്ഷിച്ച് ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അപ്പാർട്ട് ഫ്രം ദിസ് 3 ആക്ടേഴ്സ് പെർഫോമൻസസ് ബാക്കിയുള്ള സംഭവങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു വേർഷനാണ്. പോൾ ഫീഗാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള വേർഷനാണ്. നമുക്ക് ആ ഒരു ബുക്ക് വായിച്ച ആളാണെങ്കിലും ബുക്ക് വായിക്കാത്ത ആളാണെങ്കിലും ഉറപ്പായിട്ടും ആ ഒരു സംഭവങ്ങൾ, ആ ഒരു ട്വിസ്റ്റ്, അതിൻ്റെ ബിൽഡപ്സ് ഒക്കെ തന്നെ നമുക്ക് ആദ്യം തന്നെ പ്രഡിക്റ്റബിൾ ആയിട്ട് മനസ്സിലാവും എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നുള്ളത്. സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് സിനിമയിൽ വരുന്ന ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കാണുന്നവർക്കും അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ സിനിമാറ്റിക് വേർഷൻ എന്ന രീതിയിൽ എടുത്ത ഈ ഒരു പതിപ്പ് കാണുന്നവർക്കൊക്കെ തന്നെ ആ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ഒരു സിനിമയുടെ നെഗറ്റീവാണ്. പോസിറ്റീവ് വൈസ് പെർഫോമൻസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ആ ഒരു അമാൻഡ ഡിസ്ഫ്രൈഡിൻ്റെ പെർഫോമൻസും ആ ഒരു സംഭവങ്ങളും ഒക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ആക്ടിലോട്ടും ആ ഒരു ഫൈനൽ ആക്ടിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ട്വിസ്റ്റ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാം, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ട്വിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ മനസ്സിലാവും ആ ഒരു സിനിമ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. സോ അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ്. സോ എന്നാലും കണ്ടാൽ നഷ്ടമില്ലാത്ത ഒരു കൈൻഡ് ഓഫ് മൂവിയാണ്. പിന്നെ അഡൽട്ട് സീക്വൻസ്, ന്യൂഡ് സീക്വൻസസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ മൂവിയിലുണ്ട്. കാരണം ആ ഒരു സ്റ്റോറി അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ് ഈ ഒരു ദ ഹൗസ് മെയ്ഡ് എന്ന് പറയുന്ന മൂവി. ഡിസംബറിലാണ് ഇത് USA റിലീസായത്. ഇവിടെ താമസിച്ചായിരുന്നു റിലീസ്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം.